അപകടത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കുന്ന ഉമാ തോമസ് MLA സ്റ്റേജിൽ നിന്ന് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ ഉണ്ട്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സംഘാടകർ പ്രധാനമായും ശ്രദ്ധിച്ചത് ആ സാരി കച്ചവടത്തിലും അതിൻ്റെ വരുമാനത്തിലും ഫീസിലും രജിസ്ട്രേഷനിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെയാണ്. ഇതിൻ്റെ ഒരു ഡീമാർക്കേഷൻ വെച്ചിരിക്കുന്നത് തന്നെ അതിൻ്റെ വക്കിലായി കൊണ്ടുചെന്ന് റിബണും അതുപോലെ കേവലം ഒരു സ്റ്റാൻഡുമൊക്കെ വെച്ച് മാത്രമാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു നിസ്സഹായത കൂടി ഉണ്ടാവും. ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ അങ്ങ് രാജ്യാന്തര ഗോളാന്തര ദേശത്തുള്ള മുഴുവൻ ആളുകളെയും നുള്ളിപ്പറക്കി വേദിയിലിരുത്തിയില്ലെങ്കിൽ ഇവർക്കിത് നടത്താൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടാവും. ഇത് നാട്ടിലെയും നമ്മുടെ കൂട്ടങ്ങളിലുമൊക്കെ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ദുരന്തം കൂടിയാണ് എന്ന് പറയട്ടെ. എറണാകുളത്ത് 12,001 പേർ നടത്തിയ നൃത്തം, 12,000 പേർ പുറകിൽ നിൽക്കുന്ന ഇരകളും മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുന്ന ദിവ്യ ഉണ്ണിയും അടക്കമുള്ളവർ നൃത്തം ചെയ്തതിൻ്റെ ആ വേദിയിലാണ് ഉമാ തോമസ് MLA വീണ് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ അവർ മുക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേദിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ചാനലുകാരെല്ലാം അടിച്ച് കസറുന്നത് ഈ പറയുന്നത് പോലെ അതിൻ്റെ വേദിക്ക് മുന്നിൽ വേണ്ടത്ര സ്ഥലമുണ്ടായിരുന്നില്ല, വേദിക്ക് സ്ഥലമുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ്. സംഗതി ശരിയാണ്. ആ ദൃശ്യങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ അതിൻ്റെ ഏറ്റവും അറ്റത്ത് വെറുതെ ഒരു സ്റ്റാൻഡും റിബണും കെട്ടി മാത്രമാണ് നിൽക്കുന്നത്. അവിടെ സാമാന്യം നല്ല ശരീരമുള്ള ഉമേച്ചിക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ബാലൻസ് തെറ്റുന്നത് പോലെ ഒരു സ്റ്റെപ്പ് ഒന്ന് തിരിഞ്ഞ് താഴേക്ക് ഇത്ര അടി താഴ്ചയിലേക്ക് വീഴുകയാണ്. സത്യം പറഞ്ഞാൽ ആരുടെയോ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ആ മകൻ്റെ ഭാഗ്യമാണ് ആ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതെല്ലാം വാർത്തയാവുമ്പോൾ എൻ്റെ ഒരു സംശയം, ഇതുപോലെ എന്തെല്ലാം സംഗതികളാണ് ഈ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ വീണതുകൊണ്ട് വാർത്തയായി. ആ വാർത്തയിൽ വെച്ച് നന്നായി ചാനലുകൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ഇതുപോലെ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഗ്യാലറികളിൽ അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ എവിടെയാണ് അത്രമേൽ കർശനമായി ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? തീർന്നില്ല. ഇതുപോലെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർക്കുണ്ടാകുന്ന ഒരു ഗതികേടുണ്ട്. എന്തെന്നറിയോ, ഇപ്പോൾ കൊച്ചിയിൽ സംഘടിപ്പിക്കുമ്പോൾ ഈ MP MLA മുതൽ ഇങ്ങോട്ട് മന്ത്രിമാർ, പിന്നെ കോർപ്പറേഷൻ കൗൺസിലർമാർ, കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനികൾ, പിന്നെ ഇതിനാവശ്യമായി വരുന്ന ഉദ്യോഗസ്ഥ പ്രമുഖർ, ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഈ 12,000 അത്രയും വന്നില്ലെങ്കിലും ഒരു 10-600 പേരെങ്കിലും സ്റ്റേജിലിരുത്തേണ്ടി വരും. അതിനുവേണ്ടി സ്ഥലമൊരുക്കുമ്പോൾ ഇങ്ങനെ ചേർത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ഈ സംഘാടകരെക്കുറിച്ച് പോലും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്നെ ഈ പ്രോഗ്രാമുകൾക്കൊക്കെ വിളിക്കാൻ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ 1, 2, 3 പേരെ വിളിക്കുക. 3 പേരെ വിളിക്കുന്നത് എന്തിനാ? ഒരാളിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാധ്യത, അല്ലെങ്കിൽ അയാൾ വന്നില്ലെങ്കിൽ മറ്റൊരാൾ. പക്ഷേ അവർക്ക് കഴിയാത്തതിൻ്റെ കാരണം എന്താ? ഇങ്ങനെ പേര് വെച്ച് അടിച്ചില്ലെങ്കിൽ, സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും വേദിയിൽ 1 മണിക്കൂർ നിരന്നിരുന്ന് ഈ നോട്ടീസ് ഇറങ്ങുമ്പോഴൊക്കെ ഞാനുമൊക്കെ ഇവിടെ ഉണ്ടറാ എന്ന് പറയുന്ന രീതിയിൽ ഇതിനകത്തുകൂടി കാണിക്കണമെന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ട്. അതിൻ്റെ ഒരു ഇര കൂടിയാവും ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പൊറുതിമുട്ടിപ്പോവും. നമ്മൾ ഏതെങ്കിലും ഒരു സംവിധാനത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി കാശ് കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. പ്രത്യേകിച്ച് സർക്കാർ പരിപാടികളിൽ ഉദ്യോഗസ്ഥരുടെ തല പൊട്ടിപ്പോവും. എന്തെന്ന് വെച്ചാൽ ആരെ മുതൽ എവിടം വരെ വെക്കണം, പിന്നെ ആ വെക്കുമ്പോഴോ മുകളിലും താഴെയും ആകുന്ന പ്രശ്നങ്ങൾ. പ്രോട്ടോക്കോളുകാരോട് ചോദിച്ച് ചിലപ്പോൾ അവർ മാർക്ക് ചെയ്ത് തരുന്നത് പോലും ഈ താഴെ വരുന്ന ആൾക്ക് ഇഷ്ടമാവില്ല. ആര് പറഞ്ഞു പ്രോട്ടോക്കോൾ അങ്ങനെയാണെന്ന്? നിങ്ങളെയൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ വേദിയിൽ വന്ന് തന്നെ അലമ്പ് വർത്തമാനവും പറയും. ഏതായാലും വളരെ ഗുരുതരമായ വീഴ്ചയാണ് ആ സ്റ്റേജിൻ്റെ വലിപ്പത്തിലും ഒക്കെ ഉള്ളത്. സത്യത്തിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും ഭയാനകത തോന്നുന്നു.